അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്. ശരി, ഡോക്ടർ വൈക്കത്ത് നിന്നൊരു കോൾ ഉണ്ട്. ബിനോയ് ആണ്. ബിനോയ് ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ നമസ്കാരം. നമസ്കാരം ബിനോയ്, പറയൂ. എന്റെ കണ്ണ് ഒരു ഇടത്തെ കണ്ണ് സ്ഥിരം വന്ന് മൂടിയിട്ട് ഓപ്പറേഷൻ ചെയ്തതാ. അന്ന് 41 വയസ്സ്, 41 വയസ്സായപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്തതാണ്. ഇനി കണ്ണിന് ഇതുപോലെ തിളച്ച് ഇപ്പൊ അത് മൂടിയിരിക്കുവാണ്. അപ്പൊ അത് നമുക്ക് ഓപ്പറേഷൻ കൂടാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന് അറിയാനായിട്ട്. ഈ ഓപ്പറേഷൻ ചെയ്ത കണ്ണ് ഇപ്പൊ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? അതുണ്ട്. അപ്പൊ വലത്തെ കണ്ണ്, ഇടത്തെ കണ്ണാണ് ആദ്യം ഓപ്പറേഷൻ ചെയ്തത്. ഇപ്പൊ വലത്തെ കണ്ണിന് ഇപ്പൊ തിമിരം കൊണ്ട് മൂടി നിൽക്കുക. യഥാർത്ഥത്തില് തിമിരത്തിന്റെ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ആയുർവേദമാണ് ഇത് ആദ്യമൊക്കെ പറഞ്ഞു വെച്ചതെങ്കിൽ പോലും നിങ്ങൾ ആ കാര്യത്തിൽ സംസാരിക്കുകയാണെങ്കിൽ കുറെ സംസാരിക്കേണ്ടതുണ്ട്. ലോകത്ത് ആദ്യത്തെ കാറ്ററാക്ട് സർജറി ചെയ്ത ആള് ജീസസ് ക്രൈസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഒരു കുരുടന് കാഴ്ച കൊടുത്ത കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ആയുർവേദത്തിലും പറഞ്ഞു പോയ കാര്യങ്ങളാണ്. പക്ഷേ മോഡേൺ സയൻസ് ഈ കാറ്ററാക്ട് സർജറിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. 10 മിനിറ്റ് നേരത്തെ ഒരു സർജറിയിലൂടെ വളരെ വേഗം തന്നെ ആ കാറ്ററാക്ട് ബാധിച്ച, തിമിരം ബാധിച്ച ലെൻസ് എടുത്ത് മാറ്റിയിട്ട് ആർട്ടിഫിഷ്യൽ ലെൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് പറ്റും. അവിടെ ആയുർവേദ സയൻസ് അത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടില്ല കാറ്ററാക്ട് സർജറിയുടെ കാര്യത്തിൽ. അപ്പോൾ ഈ സർജറിയാണ് താങ്കൾക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായും ആയുർവേദത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ മോഡേൺ വിഭാഗത്തെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ആയുർവേദം വേണം എന്നാണ്, അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയിലൂടെ ഇത് മാറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് നമുക്ക് 10 മിനിറ്റ് കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഏറ്റവും കുറഞ്ഞത് താങ്കൾ ഒരു 6 മാസമെങ്കിലും ആയുർവേദ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലെൻസിന്റെ വന്നിരിക്കുന്ന ആ ഒപ്പാസിറ്റി, അതായത് ലെൻസിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്ന, അതിലൊരു എന്താ പറയാ, നമ്മുടെ കഞ്ഞിവെള്ളം വന്ന് മൂടിയേക്കുന്ന പോലെയുള്ള ആ ഒരു മൂടല് മാറി കിട്ടാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അതിന് പോഷകമുള്ള ആഹാരങ്ങൾ, അതായത് ഞങ്ങൾ പറയാ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ രസായനങ്ങൾ എന്നാണ് പറയാ. അങ്ങനെ രസായന ചികിത്സയിലൂടെയാണ് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുക. അപ്പൊ അത് താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. താങ്കളുടെ റെറ്റിനയുടെ കപ്പാസിറ്റിയും അതിന്റെ ഹെൽത്തും ഒക്കെ നോക്കിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. താങ്കൾക്കിപ്പോൾ അനുബന്ധമായിട്ട് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മറ്റ് സിസ്റ്റമിക് ഇൽനസ് ആയിട്ടുള്ള ഷുഗറോ ബിപിയോ അല്ലെങ്കിൽ മറ്റ് ജോയിന്റ് റിലേറ്റഡ് കംപ്ലയിൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഗണന കൊടുത്തുകൊണ്ട് വേണം ഈ കാര്യത്തിൽ ചികിത്സിക്കാനായിട്ട്. തീർച്ചയായും ആയുർവേദം താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാവിധ സേവനങ്ങളും തരാൻ ഞങ്ങൾ തയ്യാറാണ്. എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വിഭാഗത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ശരി, കൊല്ലത്ത് നിന്നൊരു കോൾ ഉണ്ട്. ഡോക്ടർ ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, പറയൂ. സാറേ, ഞാനൊരു KSRTC ഡ്രൈവറാണ്. ഓക്കെ. എനിക്ക് 45 വയസ്സുണ്ട്. എനിക്കിപ്പം ഈ ദൂരക്കാഴ്ച വളരെ കുറഞ്ഞിരിക്കുകയാണ്. അതിപ്പോ എല്ലാവർക്കും, ഈ പ്രായമുള്ള എല്ലാവർക്കും അത് സംഭവിക്കുന്നതാണ് സാറേ. കളർ ബ്ലൈൻഡ്നെസ് വല്ലതും ഉണ്ടോ? ഈ കളറുകൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. കാരണം നിങ്ങൾ ഡ്രൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഒരു വലിയ പ്രശ്നമാണ്. പലപ്പോഴും സിഗ്നൽ ലൈറ്റുകളൊക്കെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ദീർഘദൃഷ്ടി, ലോങ് സൈറ്റ് വിഷൻ ഡിസ്റ്റർബായി വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ദീർഘദൃഷ്ടി എന്നൊക്കെ പറയുന്ന ലോങ് സൈറ്റ്നെസ് എന്ന് പറയുന്ന ഒരു ഇൽനെസ്സിലായിട്ട് പോകുന്നതാണ്. അതിനൊരു ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് കണ്ണാടി വെച്ചാൽ അത് ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ കണ്ണാടി വെച്ചാൽ അതിൽ നിന്നൊരു മോചനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയുർവേദ ചികിത്സയിലൂടെ അത് നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. ഈ ഇപ്പൊ കാഴ്ച ലോങ് ഉള്ള കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് താങ്കൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം. റെറ്റിനയിൽ പതിക്കേണ്ട ഇമേജ് ലെൻസിലൂടെ കടന്ന് റെറ്റിനയുടെ പുറകിൽ പോയിട്ടാണ്, റെറ്റിനയും ക്രോസ് ചെയ്ത് അതിന്റെ പുറകിൽ പോയാണ് പതിക്കുക. ആ സാധനത്തിന് കൃത്യമായ റെറ്റിനയിൽ ആ ഇമേജ് വന്ന് വീണാൽ മാത്രമാണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ സംഗതി എത്തിക്കുന്നത് കണ്ണിന്റെ മസിലുകൾ, ഐബോൾ മസിലുകൾ എന്ന് പറയുന്ന 4 മസിലുകളുണ്ട്. ആ മസിലുകൾ മുകളിലോട്ടും താഴോട്ടും സൈഡിലോട്ടും ഒക്കെ പ്രത്യേകമായ രീതിയിൽ അത് വലിയുന്നത് കൊണ്ടാണ് കൃത്യമായ ആ ഒരു റെറ്റിനൽ ഇമേജ് വന്ന് പതിക്കുന്നത്. അപ്പൊ ഈ ഐബോൾ മസിലുകളെ സ്ട്രെങ്തനിങ് ആക്കുന്ന ഐ എക്സസൈസുകൾ നമുക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ക്ലോക്ക് വൈസിൽ ഇപ്പൊ 2 കൈ ഉണ്ട്, ഞാനിപ്പോ വീഡിയോ കാണിച്ചു തരാം. 2 കൈ കൊണ്ട് ഐലിഡ് രണ്ടും റിട്രാക്ട് ചെയ്ത ശേഷം ക്ലോക്ക് വൈസിൽ ഐ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും, ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുകയും കൂടെ ചെയ്താൽ ഐബോൾ മസിലുകൾക്ക് അതൊരു സ്ട്രെങ്ത് കിട്ടുന്ന ഒരു മെത്തേഡാണ്. അത് ദിവസം ഒരു 10 പ്രാവശ്യം വെച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധി വരെ വീട്ടിൽ നിന്ന് സോൾവ് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി ഒപ്പം തന്നെ ഔഷധത്തിന്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ വളരെ വേഗം താങ്കൾക്ക് അതിൽ നിന്ന് റിക്കവറി എടുക്കാൻ പറ്റും.